നമസ്കാരം. ഞാൻ കുര്യപ്പുഴ സുരേന്ദ്രൻ. സോപാനത്തിലേക്ക് സ്വാഗതം. സോപാനം എന്ന ക്ഷേത്ര സ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് സോപാനം നാമകരണം ചെയ്തിരിക്കുന്നത്. അതേ സോപാനത്തിൽ നിന്ന് പാടുന്ന പാട്ടിന് സോപാന സംഗീതം എന്ന് പറയുന്നു. നിരവധി രാമപുരവാൾ വളരെ ജനകീയമാക്കിയ ഒരു കലാരൂപം. ഇത് മാത്രമല്ല, 35 വർഷമായിട്ട് ഞാൻ യോഗയിൽ പരിശീലിക്കുന്നു. അതിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോക ആരാധ്യനായ ശ്രീ പ്രധാനമന്ത്രി ലോകത്തെ ഇതിനു വേണ്ടി ഒരു ദിനമായി മാറ്റിവെക്കുകയും അതിലേക്ക് ലോകം ശ്രദ്ധയാകർഷിക്കുകയും ചെയ്ത ഈ യോഗയിലേക്ക്, അതിൻ്റെ പ്രത്യേകതയിലേക്കും അതിൻ്റെ അറിവിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ യോഗമുറകൾ ഞാൻ കാണിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് പുരാണ പാരായണത്തിൻ്റെ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള താത്വികമായ വശങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതിപാദന രീതിയും കൂടി ഞാൻ ഇതിനകത്ത് അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നു. വിശേഷ നമ്മുടെ ശങ്കരാചാര്യർ എഴുതിയ സൗന്ദര്യലഹരി എന്ന മഹത്തായ പുസ്തകത്തിൻ്റെ അതിൻ്റെ ശ്ലോകത്തിൻ്റെ അതിൻ്റെ ഗരിമയിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അതിന് ആദ്യത്തെ ശ്ലോകം തന്നെ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതം ചേദേവം ദേവമെന്ന് കൽകുശല സ്പന്ദിതമതി അസ്തുത്വമാരാജ്ഞം കരികര വിരിഞ്ചാതവിരവി പ്രണന്തസ്തോതും കഥകളുടെ പുണ്യപ്രഭവതി. നമുക്കറിയാമല്ലോ, ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ നിറഞ്ഞ ഏറ്റവും മഹത്തരമായ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ശിഷ്യ എന്നറിയപ്പെടുന്ന സ്ത്രീ സാന്നിധ്യത്തെയും സ്ത്രീകളെ നമ്മളെ വളരെയേറെ പറയപ്പെടുന്ന മുൻനിർത്തിയുള്ള കർമ്മമാർഗങ്ങൾ അവലംബിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇവിടെ ശിവന് ശക്തി സ്വരൂപിണിയായ ദേവി പാത്രമായി തീരുമ്പോൾ ശിവനും അതുപോലെ ഹരിക്കും വിരിഞ്ചനും, അതായത് ബ്രഹ്മാവിനും വരെ വളരെയേറെ പ്രത്യേകത കൂടി ദേവിയുടെ സാന്നിധ്യത്തെ വിളിച്ചറിയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് പകർന്നു നൽകാം. നമസ്കാരം.